ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ജയലവയുടെ ബ്രദർ എന്ന് പറഞ്ഞ പടം ദിവാലിക്ക് ഒക്ടോബർ 31 റിലീസാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒഫീഷ്യൽ അല്ല, റൂമറായി കേൾക്കുന്നതാണ്. പിന്നെ ബഡ്ഡി എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. അപ്പോൾ ആ പടത്തിന്റെ ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മഴ പിടിക്കാത്ത വനിത എന്ന് പറഞ്ഞ പടത്തിന്റെ 1 Day to Go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞ രവിതേജയുടെ പടത്തിലത്തെ ജിക്കി എന്ന് പറഞ്ഞ പാട്ട് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉത്സവം നാളെ 4:59 പുറത്തിറങ്ങും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞാൽ യോഗി ബാബുവിന്റെ പടത്തിലത്തെ സ്നീക്ക് പീക്ക് 2 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ 35 ചിന്ന കഥക്കാട് എന്ന് പറഞ്ഞ പടത്തിലത്തെ 35 സെക്കൻഡുള്ള ചാണക്യവർമ്മ എന്ന് പറഞ്ഞ ആളുടെ വീഡിയോ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് നാളെ വരും എന്നുള്ള അറിയിച്ചു. പിന്നെ LIK ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ പടത്തിലത്തെ കൃതി ഷെട്ടിയുടെ ഫസ്റ്റ് ലുക്ക് നാളെ 11:11 രാവിലെ പുറത്തിറക്കും എന്നുള്ള അറിയിച്ചു. പിന്നെ ശരിപ്പോതെ ശനിവാരം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ മാസം 29 ഇവിടെ റിലീസാകാൻ വന്നത്, അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ തീരുമാനിക്കും പറഞ്ഞിട്ടുള്ള സമുദ്രക്കനിയുടെ പടത്തിന്റെ ടീസർ വരും എന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ കേൽമേ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ നാളെ വരും എന്നുള്ള അറിയിച്ചു. പിന്നെ വേദ എന്ന് പറഞ്ഞിട്ടുള്ള പടം ജോൺ അബ്രഹാമാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്, അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ എന്ന് വരും എന്ന് പറഞ്ഞിരുന്നു, അതും വന്നിട്ടുണ്ട്. പിന്നെ സിറ്റാഡൽ ഹണി ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് വരാൻ പോകുന്നുണ്ട്. വരുൺ ധവാനും സമന്തയാണ് അഭിനയിക്കുന്നത് സീരീസിൽ മെയിനായിട്ട്. രാജൻഡിക്കാണ് സീരീസ് എടുക്കുന്നത്. ഫാമിലി മാന് ഫർജി അതൊക്കെ എടുത്ത ടീമാണ്. പിന്നെ റൂസോ ബ്രദേഴ്സ് ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. എന്തായാലും ആമസോൺ പ്രൈമിലൂടെ നവംബർ 7 സീരീസ് പുറത്തിറങ്ങുക. എന്തായാലും ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്, നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. പിന്നെ ഹനു രാഘവപുടി സീതാരാമത്തിന് ശേഷം പ്രഭാസിനെ വെച്ചിട്ടാണ് പടം എടുക്കാൻ പോകണമെന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൽ മൃണാൽ താക്കൂർ എന്നായിരിക്കും നായിക എന്നും കേൾക്കുന്നുണ്ട്. മൈത്രി മൂവീസാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു ലവ് സ്റ്റോറി ബിഗ് ബഡ്ജറ്റ് ഫിലിമായിട്ട് വരാൻ പോണ പടമാണ്. അതിൻ്റെ പൂജ ഈ ഓഗസ്റ്റ് 17 നടക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ വേട്ടയ എന്ന് പറഞ്ഞ പടം രജനീകാന്തിൻ്റെ പടമാണ്, ഒക്ടോബറിലാണ് റിലീസ് പറഞ്ഞിരുന്നത്. എന്തായാലും ആ പടത്തിൽ മഞ്ജു വാര്യർ അഭിനയിക്കുന്നുണ്ട്. മഞ്ജു വാര്യർ രജനീകാന്തിൻ്റെ വൈഫായിട്ടാണ് ഈ പടത്തിൽ അഭിനയിക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് പുറത്തിറങ്ങിയിരുന്നു നെറ്റ്ഫ്ലിക്സിലൂടെ, വൻ ഹിറ്റായ സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ സീസൺ 2 വരുന്നുണ്ടെന്നുള്ള പറഞ്ഞിരുന്നു, സ്ക്വിഡ് ഗെയിം 2. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ് ഇതിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സീസൺ 2 വരുന്നത് ഡിസംബർ 26 അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ സീസൺ കൂടി ഉണ്ടാവും എന്നുള്ള അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അത് 2025 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ സീസൺ 3 കൂടി ഉണ്ടാവും എന്നുള്ളത്. അതോടുകൂടിയിട്ട് സീരീസ് എന്തായാലും അവസാനിപ്പിക്കും എന്നുള്ളതിനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് വരും എന്ന് പറഞ്ഞിരുന്നു. തേർഡ് സിംഗിളിൻ്റെ എന്തായാലും വന്നിട്ടുണ്ട്. തേർഡ് സിംഗിളിൻ്റെ പേരെന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. തേർഡ് സിംഗിൾ 3 ഈ മാസം 3 വരും എന്നുള്ള പറഞ്ഞിട്ടുള്ളൂ, എന്ന് വെച്ചാൽ മറ്റന്നാൾ. എന്തായാലും പോസ്റ്റർ രസമായിട്ട് തന്നെ തോന്നിയത്. ഈ പാട്ട് തൃശ്ശയുമായിട്ടുള്ള പാട്ടല്ല, മീനാക്ഷി ചൗധരിയും വിജയും കൂടിയിട്ടുള്ള പാട്ടാണ്. കാരണം ഈ പോസ്റ്ററിൽ തന്നെ ചെറുതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാട്ടിൻ്റെ പ്രൊമോ ആണോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ആണോ എന്നറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രൊമോയുടെ അനൗൺസ്മെൻറ്റും ആകാം. അങ്ങനെ എന്തോ നാളെ രാവിലെ 11 മണിക്ക് പുറത്തിടാൻ പോകുന്നുണ്ട്. എന്തായാലും ഇവർ തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.